എന്താണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുന്നത്? പലപ്പോഴും ഇതിനെ ഭയങ്കരമായി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് സ്ത്രീകൾ ഇരുന്നിട്ട് ഭയങ്കരമായ ടെൻഷൻ ആവുകയും ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, ഒരു കാലഘട്ടം, ശൈശവം, കൗമാരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാലഘട്ടമാണ് ആർത്തവ വിരാമം കഴിഞ്ഞുള്ളൊരു കാലഘട്ടം. അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. എല്ലാ സ്ത്രീകളും ആ കാലഘട്ടത്തിൽ കൂടെ പോയേ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞിട്ട് പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് ഉറക്കമില്ലായ്മ, ടെൻഷൻ, പെട്ടെന്ന് വിഷമം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, വളരെ ചെറിയ കാര്യങ്ങൾക്കും ചുറ്റുവട്ടത്തുള്ളവരോടും വീട്ടിലുള്ളവരോടും ഒക്കെ പിണങ്ങുക, മറന്നു പോവുക, കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോവുക, അതേപോലെ അമിതമായ ചൂട്, വേർപ്പ്, ശരീര തളർച്ചയൊക്കെ ഉണ്ടാകുക, ഇതോടൊപ്പം തന്നെ എല്ലിനും ജോയിൻറ്റിനും ഒക്കെ വേദന വരിക, ഇങ്ങനെയുള്ള ഒട്ടനവധി ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയുന്നവരാണെങ്കിൽ ലൈംഗിക കാര്യങ്ങൾക്ക് താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ആ സമയത്ത് അമിതമായ വേദന, വരൾച്ച, ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാം. ഇക്കാര്യത്തിൽ ഏറ്റവും അധികം പങ്കാളിയായാലും കുടുംബാംഗങ്ങളായാലും സുഹൃത്തുക്കളായാലും അവർക്കൊരു പിന്തുണ നൽകുക, മാനസികമായൊരു പിന്തുണ നൽകുക. ഈ ഒരു കാലഘട്ടമാണ്, ഇതൊരു സമയം കഴിയുമ്പോൾ ഇതങ്ങ് അതിജീവിക്കും എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ അവർക്ക് നൽകുന്നത് നല്ലതാണ്. അവർക്ക് എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ചെറിയൊരു കൗൺസിലിംഗോ ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല കൃത്യമായ വ്യായാമ രീതികൾ ഈ സമയത്ത് പാലിക്കുന്നത് നല്ലത്. യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നല്ലതാണ്. സമീകൃതമായ ആഹാരം ധാരാളം വെള്ളം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം സ്ത്രീകൾ കഴിക്കണം. ഫ്ലാക്സ് സീഡ്സ്, ലെൻറ്റിൽസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് എരിവും പുളിവും, ഒരുപാട് കാപ്പി, ചായ അല്ലെങ്കിൽ മറ്റ് ആൽക്കഹോൾ പോലെയൊക്കെയുള്ള അതർ ഡ്രിങ്ക്സ് കാര്യങ്ങൾ ഒരിക്കലും ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കരുത്. ഇങ്ങനെയൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയും. മറിച്ച് ഭയങ്കരമായിട്ട് വേർക്കുന്നു, അങ്ങ് വേർത്തൊലിക്കുന്നു, രാത്രിയിലൊക്കെ വേർത്തൊലിച്ചിട്ട് പെട്ടെന്ന് ഉണരുന്നു, ഭയങ്കരമായ ടെൻഷനും വെപ്രാളങ്ങളൊക്കെ വരുന്നു, ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലിൻ്റെ വേദനകളും ഒക്കെ ഉണ്ട്, ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഈസ്ട്രജൻ അടങ്ങിയ ഹോർമോണുകൾ അടങ്ങിയ സ്പ്രേ, പാച്ചസ്, അതുപോലെ അതടങ്ങിയ ചില മെഡിസിൻസ് എല്ലാം ഇന്ന് വളരെ സേഫായിട്ടുള്ള മെഡിസിൻസ്, ജെൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകളുണ്ട്. ഇവയൊക്കെ നൽകി കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നല്ലൊരു വിധത്തിലുള്ളൊരു ആശ്വാസം സ്ത്രീക്ക് ലഭിക്കും.